ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. തൃശ്ശൂരിൽ വാഹന ഷോറൂമിൽ തീപിടുത്തം. തൃശ്ശൂർ കുട്ടനെല്ലൂരിലെ വാഹന ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, കുട്ടനെല്ലൂരിലെ ജീപ്പ്, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വിഷ്വലിൽ കാണുന്നത് ആ ഒരു ജീപ്പ് എന്ന് പറയുന്ന ഷോറൂമിലാണ്, ജീപ്പിന്റെ ഷോറൂമിലാണ് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നതെന്നാണ്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഇന്ന് വെളുപ്പിന് 5:45 ഈ ഒരു തീപിടുത്തം സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരമറിയിച്ചു. ഇവർ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. ആദ്യം 3 യൂണിറ്റ് എത്തി. 3 യൂണിറ്റ് എത്തിയിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് 6 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി. 5:45 മുതൽ 6 മണിയോടെ ആരംഭിച്ച തീപിടുത്തം ഇപ്പോഴാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഈ വാഹന ഷോറൂം ഹൈസൺ മോട്ടോഴ്സിന്റെ എതിർവശത്തുള്ള ഷോറൂമിലാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ ഈ തീപിടുത്തത്തിൽ കത്തി അമർന്നിട്ടുണ്ട്. ഈ ഷോറൂമിന്റെ പുറകുവശത്തു നിന്നാണ് തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ തീപിടുത്തം പിന്നീട് ഷോറൂമിന്റെ മുൻവശത്തേക്ക് കൂടി ബാധിക്കുകയായിരുന്നു. വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും മണിക്കൂറുകളോളം സമയമെടുത്താണ് ഈ തീപിടുത്തം ഇപ്പോൾ ഒരു നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഈ ഷോറൂമിന്റെ താക്കോലുകളെല്ലാം തന്നെ ഷോറൂമിന്റെ ഉൾവശത്തായതിനാൽ പല വാഹനങ്ങളും ഈ ഗ്ലാസിന്റെ ഡോറുകൾ തുറന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പുറകുവശത്ത് ഉണ്ടായിരുന്ന വാഹനങ്ങളാണ് കൂടുതലും കത്തി അമർന്നത്. കോടികളുടെ നഷ്ടമാണ് ഈ തീപിടുത്തത്തിൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മധുര. ശരി, അനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ വാഹന ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. തൃശ്ശൂർ കുട്ടനെല്ലൂരിലെ വാഹന ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, കോടികളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്തത്.